ഉണ്ട്. ഇവിടെ നല്ല നല്ല പൂക്കളൊക്കെ ഉണ്ട്. ഞാൻ ആണ്ടിനും സംക്രാന്തിക്കൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിറ്റിൽ ടോക്സ് വിത്ത് അർച്ചന. എന്തെല്ലാമാണ് വിശേഷം? സുഖമല്ലേ? അപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അഭ്യാസം എന്താണെന്ന് വെച്ചാൽ ഞാൻ വല്ലപ്പോഴും ഒക്കെ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് രാവിലെ എണീച്ച് വർക്കൗട്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഞാൻ പൊതുവേ എണീക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അങ്ങനെ സ്ഥിരമായിട്ടൊരു സമയത്തല്ല എണീക്കുക, എന്നാലും 6-7 മണിയൊക്കെ ആയിരിക്കും എണീക്കുന്നത്. സോ ചില ദിവസങ്ങളിൽ എനിക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള മൂഡ് ഭയങ്കര കൂടുതലായിരിക്കും, എന്നാൽ ചില ദിവസങ്ങളിലോ ഭയങ്കര മടിയുമായിരിക്കും. സോ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞൊരു സംഭവം എൻ്റെ ഡിക്ഷണറിയിലില്ല. അങ്ങനെ ഇന്നലെ ഞാൻ വർക്കൗട്ട് ചെയ്തതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ വീഡിയോ ആണ്. ഇന്നലത്തെ എന്ന് പറയുമ്പോൾ മൺഡേ വ്ളോഗായിട്ട് എടുക്കുക. സൺഡേ എനിക്ക് ചെയ്യാനായിട്ടുള്ളൊരു ടൈമിൽ കിട്ടിയില്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, ബിക്കോസ് അതൊരു എക്സ്ക്യൂസാണ്. സൺഡേ ഞാൻ എടുത്തില്ല വീഡിയോ, മൺഡേ ആണ് എടുത്തത്. ഓക്കെ, അപ്പോൾ മൺഡേ ഞാൻ രാവിലെ തന്നെ എണീച്ചിട്ട് വർക്കൗട്ട് ചെയ്യുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇത് വാമപ്പ് എക്സസൈസാണ്. നമ്മൾ പല ആൾക്കാരും ഞാൻ എക്സസൈസൊക്കെ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് വാമപ്പ് പ്രോപ്പറായിട്ട് ചെയ്യാതെ ഡയറക്റ്റ് എക്സസൈസിലോട്ട് കിടക്കുന്നത്. സോ നമ്മുടെ ബോഡിക്ക് പല രീതിയിലുള്ള പെയിൻ, ജോയിൻറ്റ് പെയിൻ, അങ്ങനത്തെ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. സോ മേക്ക് ഷുവർ നിങ്ങൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേയായിട്ട് ബോഡി സ്ട്രെച്ച് ചെയ്യുക, വാമപ്പ് ചെയ്യാറുള്ളത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ആകെ ഒരു 3 മാസം മാത്രമേ ജിമ്മിൽ പോയിട്ടുള്ളൂ. പക്ഷേ ജിമ്മിൽ പോയ ആ ഒരു ടൈം എന്ന് പറയുന്നത് എൻ്റെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ആ ഒരു 3 മാസം കൺസിസ്റ്റൻ്റായിട്ട് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തു. ഫുഡ് എനിക്ക് ഞാൻ വിചാരിച്ച അത്ര ശ്രദ്ധിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ജിമ്മിൽ നമുക്ക് മാസം ഞാൻ 500 രൂപയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് മലപ്പുറത്തുള്ളൊരു എന്താ പറയുക ജിമ്മിൽ പോയ സമയത്ത്. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ഒരുമിച്ച് പൈസ അടയ്ക്കണം. 3 മാസത്തെ പൈസ ഒരുമിച്ച് അടയ്ക്കണം, അല്ലെങ്കിൽ 12 മാസത്തെ പൈസ ഒരുമിച്ച് അടയ്ക്കണം. ഒരു മാസത്തിന് ഇവിടെ 2500 നമ്മുടെ ഈ തലോജ ഏരിയയിലുള്ള ജിമ്മിൽ നമ്മൾ കൊടുക്കേണ്ട റേറ്റ് എന്ന് പറയുന്നത്. ഐ മീൻ പാക്കേജ് ഉണ്ടാവുമല്ലോ, ഗോൾഡ്, മറ്റേ സിൽവർ, അലൂമിനിയം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പാക്കേജ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഭയങ്കര പൈസയാണ്. ഇവിടെ നമുക്ക് പോകാൻ പറ്റത്തില്ല. മന്ത്ലി ഇവിടെ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാൻ പറ്റില്ല, 3-6 മാസത്തെ ഒരുമിച്ച് അടയ്ക്കണം. അപ്പം ഞാൻ പറഞ്ഞത് പൈസേൻ്റെ കണക്കല്ല, നമ്മൾ എങ്ങനെയെങ്കിലും വർക്കൗട്ട് ചെയ്യാനായിട്ട് നോക്കുക എന്നുള്ളതാണ്. പക്ഷേ ഞാൻ തന്നെ അതിൽ ഭയങ്കര പരാജയമാണ്. കാര്യം എനിക്ക് കൺസിസ്റ്റൻസി ഇല്ല. സോ ഞാൻ ചെറുതായിട്ടൊന്ന് വാമപ്പ് ചെയ്ത് താഴോട്ട് നടക്കാൻ പോയി. കാര്യം നമുക്കിവിടെ ഡംബലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഡെയിലി സ്ട്രെങ്ത് ട്രെയിനിങ് ഒന്നും ചെയ്യില്ല. ആസ് യു ഓൾറെഡി നോ ദാറ്റ് ഞാൻ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൻ്റെ താഴെ, നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഏരിയ ഇങ്ങനെയാണ്. ദീപ് സാഗർ ഫ്ലാറ്റിലാണ് ഞാൻ താമസിക്കുന്നത്, തലോജയിൽ സെക്ടർ 36 phase 2. ഓക്കെ, അവിടെ നിങ്ങളിപ്പോൾ കണ്ടൊരു മന്ദിരമാണ്. ഇപ്പോൾ അടുത്ത് പണി കഴിപ്പിച്ച കുഞ്ഞിയൊരു മന്ദിരാണത്. അപ്പം ഞാൻ എന്നിട്ട് നടക്കുവാണ്. ഞാൻ ഈ ഫുള്ള് റൗണ്ട് ഇങ്ങനെ ചുറ്റും, അതായത് 2-3 കൗണ്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു 4-5 തവണയൊക്കെ ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇവിടെ റീസെൻ്റായിട്ട് മഴ പെയ്തിട്ടുണ്ട്. രാത്രിയാണ് ഇവിടെ മഴ പെയ്യുന്നത്. ഹലോ ഗൈസ്, ഈ സ്ഥലത്തൂടെയാണ് ഞാൻ സ്ഥിരമായിട്ട് നടക്കുന്നത്. കാരണം ഇത് കുറച്ച് ലെങ്ത് ഉള്ള പ്ലേസ് ആണ്. സോ ഞാൻ അതുകൊണ്ട് ഇതുവഴി ഞാൻ എപ്പോഴും നടക്കുക. കാര്യം ഒത്തിരി ദൂരം ഉള്ളത് കൊണ്ട് നമുക്ക് ഷോർട്ടാക്കി നടക്കേണ്ട സിറ്റുവേഷൻ വരില്ല. അപ്പം ഇതുവഴി തന്നെ ഒരു 2-3 എത്ര തവണ വേണമെന്നുണ്ടെങ്കിൽ നടക്കാം. കുറച്ച് ലെങ്ത് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറേ തവണ നടക്കുമ്പം തന്നെ ഭയങ്കര എനർജി കിട്ടിയ മാതിരിയാണ്. കാര്യം ഇപ്പോൾ രാവിലെ എണീച്ച് എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, വീട്ടിൽ ഡമ്പലൊക്കെ ഉണ്ട്, പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ലേറ്റായിട്ട് എണീച്ചാൽ പോലും ഞാനിങ്ങനെ നടക്കാറുണ്ട്. കാര്യം നടക്കുമ്പം നമ്മുടെ ബോഡി ഒന്ന് ആക്റ്റീവ് ആവുമല്ലോ. അപ്പം ഞാൻ ഡെയിലി ഇങ്ങനെ നടക്കാൻ വിചാരിക്കും, പക്ഷെ എനിക്ക് അധിക ദിവസവും പറ്റാറില്ല. അതാണ് വേറൊരു കാര്യം. അപ്പം പറ്റുന്ന ദിവസമൊക്കെ ഞാൻ നടക്കും. നടക്കാത്ത ദിവസങ്ങളിൽ എനിക്ക് എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറയാനുണ്ടാകും. അങ്ങനെ നമ്മുടെ ബോഡി അനക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ അതും ശരിയാവില്ലല്ലോ. സോ ഗൈസ്, ഇതാണ് നമ്മുടെ പ്ലേസ്. എങ്ങനെയുണ്ട്? നമ്മുടെ പ്ലേസ് ഇഷ്ടപ്പെട്ടോ? ഞാൻ മൈക്ക് എടുത്തിട്ടില്ല കേട്ടോ, മൈക്ക് വീട്ടിലാണുള്ളത്. എന്താണെന്ന് വെച്ചാൽ പൊതുവെ ഇവിടെ ഇതൊക്കെ അലൗഡ് ആണോ എന്നുള്ളത് അറിയില്ല. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഷോർട്സ് ഇടാൻ പറ്റില്ല. എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഞാൻ അതിനകത്തൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്താൽ കാണാൻ പറ്റും. ഷോർട്സ് അല്ല, റീല് ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ അതിനകത്ത് ഞാനിവിടെ ഒരു ദിവസം ഷോർട്സ് ഇട്ട് നടന്ന സമയത്ത് ഒരാൾ എൻ്റെ അടുത്ത്, ഇവിടെയുള്ള സൊസൈറ്റിയൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ടായി,
ഷോർട്സ് ഇട്ട് ഇവിടെ നടക്കാൻ പറ്റില്ല, കുറച്ച് ആൾക്കാർ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളോട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഷോർട്സ് ഇടരുതെന്ന്. ഒന്നാമത്തെ കാര്യം അയാൾ എന്നോട് ആദ്യം പറഞ്ഞിട്ടൊന്നുമില്ല ഷോർട്സ് ഇടരുതെന്ന്. രണ്ടാമത്തെ കാര്യം ഇതൊക്കെ അവനവൻ്റെ, നമ്മൾ എന്ത് ഡ്രസ്സ് ഇടണം, എവിടെ പോകണം, എന്ത് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ നമ്മുടെ ഒരു റൈറ്റ്സ് അല്ലേ. അതിൽ വേറൊരാൾക്ക് കയറി ഇടപെടാൻ ഒരു പരിധി കൂടുതൽ അവകാശമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അയാളങ്ങനെ പറഞ്ഞു, പക്ഷെ ഞാനത് മൈൻഡ് ചെയ്യാറില്ല. ചില ഒക്കേഷൻസിൽ ഞാൻ പാൻ്റ് ഇടും. അപ്പോൾ ഇപ്പം ഞാൻ പാൻ്റാണ് ഇട്ടത്. അയാളെ പേടിച്ചിട്ടൊന്നുമല്ല, എനിക്ക് തോന്നുമ്പോൾ ഞാൻ പാൻ്റ് ഇടും, എനിക്ക് തോന്നുമ്പോൾ ഞാൻ ഷോർട്സ് ഇടും, അങ്ങനെയാണ്. അല്ലാണ്ട് പേടിക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. കാരണം നമ്മളിവിടെ വെറുതെ ചുമ്മാ ഇങ്ങനെ ഫ്രീ ആയിട്ട് താമസിക്കുന്നൊന്നുമല്ലല്ലോ, പൈസ കൊടുത്തൊന്നും താമസിക്കുന്നില്ല. പിന്നെ ഞാൻ ഷോർട്സ് ഇടുന്നതുകൊണ്ട് ഇവിടെ ആർക്കും അതാരെയും ഹേർട്ട് ചെയ്യുന്നില്ല, അത് ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടാക്കുന്നില്ല. ഇവിടെ കുറേ പിള്ളേരൊക്കെ, ആൺകുട്ടികളൊക്കെ ഷോർട്സ് ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട്, ചെറിയ പെൺകുട്ടികളും ഇടുന്നുണ്ട്. പിന്നെ നമ്മളൊരു കല്യാണം കഴിഞ്ഞ ഒരാൾ ഷോർട്സ് ഇടുന്ന ഇത്ര വലിയ ആനക്കാരെയാക്കേണ്ട കാര്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് സോ. പിന്നെ ഓരോ ആൾക്കാരുടെയും പെർസ്പെക്റ്റീവ്, ജനറേഷൻ ഗ്യാപ്പ്, ബ്ലാ ബ്ലാ ബ്ലാ. അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇത് നിങ്ങൾ എൻ്റെ കയ്യിൽ കാണുന്നതെന്ന് വെച്ചാൽ ചാവിയാണ്. അതായത് നമ്മൾ റൂമിൻ്റെ ചാവിയാണ്. ഒരു മനുഷ്യൻ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ, അപ്പോൾ അവൻ എപ്പോഴും പറയും പോകുമ്പോൾ ചാവി എടുത്തിട്ട് പോകണം. കാര്യം ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളിൽ നിന്ന് തുറക്കാം, പുറത്തുനിന്ന് തുറക്കാൻ പറ്റില്ല, ഉള്ളിൽ നിന്ന് തുറക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്ന പ്ലേസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു അടിപൊളി പ്ലേസ് ആണ്. ഒറ്റ മിനിറ്റ് നടന്നിട്ടുള്ളൂ, അപ്പോഴത്തേക്ക് ഞാൻ ഇരിക്കുക. ഞാനിത് വീഡിയോ എടുക്കേണ്ടതിനെ കൊണ്ടാട്ടോ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇരുന്ന് സംസാരിച്ച് അങ്ങനെ സ്ലോ ആക്കിയിട്ട് പോകുന്നത്. ഈ വീഡിയോ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ അത്യാവശ്യം നല്ല സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും, ചുറ്റും റൗണ്ട് ചെയ്തിട്ട് 2-3 തവണ നടക്കും. ഇവിടെ നല്ല നല്ല പൂക്കളൊക്കെ ഉണ്ട്. ഒരു ചേച്ചി അവിടെ നടക്കുന്നുണ്ട്, പിന്നെ കുറച്ച് പ്രാവുകൾ ഇവിടെ പറക്കുന്നുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഈ ചേച്ചി എന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ടോന്ന് അറിയില്ല. 2-3 റൗണ്ട് നടന്ന് ഞാൻ നേരെ വീട്ടിലേക്ക് വിട്ടു ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ബൈ ബൈ.